വാങ്ങിച്ചിന് വീട്ടിൽ കൊണ്ടുവിടുകയാണ്. കരിന സൗണ്ട് കേട്ടോട്ടാ. നമ്മുടെ കുട്ടിക്ക് ഉറക്കം മതിയായില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അമ്മ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നതാണ്. വീട്ടിൽ മൊത്തത്തിലൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി അമ്മയും കൂടി ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത്രയും മാസമായതല്ലോ, പിന്നെ അച്ഛനവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അമ്മ അങ്ങോട്ട് ഇപ്പോൾ പോയി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ അമ്മ, അതായത് ഒരു ചെറിയൊരു ഷിഫ്റ്റിംഗ് പോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടൊരു കാര്യം ഉണ്ടെങ്കിൽ കൂടി ഇവിടെ വാങ്ങിച്ച് ഒറ്റയ്ക്ക് എന്നുള്ളൊരിതില്ല. അമ്മയുള്ളതുകൊണ്ട് കുറച്ച് സമാധാനത്തോടെ പുറത്ത് പോയിട്ട് വരും. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പോണ സമയത്ത് എനിക്കെന്തെങ്കിലും കാര്യത്തിനോട് പോകണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാങ്ങിച്ചിൻ്റെ വീട്ടിൽ കൊണ്ടുവിടുകയാണ്. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എടുക്കുന്നതാണ്. ഞാൻ എന്തിനാ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അത് പറഞ്ഞുതരാം. എന്തൊക്കെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എനിക്ക് പേഴ്സണലായിട്ട് ആവശ്യം, വാങ്ങിച്ച് പേഴ്സണലായിട്ട് ആവശ്യമൊന്നും ഞങ്ങൾ പോകാറില്ല. ഞങ്ങളുടെ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല, പിന്നീട് എന്തായാലും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വാങ്ങിച്ചും ചിങ്ങും അടിച്ചിട്ടില്ല, രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവരെ കാണിച്ചിട്ടുണ്ടാവും. നല്ല ഉറക്കത്തിലാണ്. ഇതെന്താ, രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ സമയം ഏകദേശം ആയിട്ടില്ല. അപ്പോൾ ചിങ്കു രാത്രി ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളുള്ളതുകൊണ്ട് ആൾക്ക് ഉറപ്പില്ലാണ്ട് ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ രാത്രി ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചൂട് സമയത്തായിരുന്നു കുറച്ച് ഇഷ്യൂ ഉണ്ടായത്. പക്ഷേ ഞങ്ങളത് ഇപ്പോഴാണ് ഈ മഴയും കാര്യം വന്നപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് ആദ്യം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ വാങ്ങിച്ചിട്ട് നീപ്പിച്ചിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചിങ്ങടോടെ ഉറക്കമാണ്. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിലും കഴിച്ച് പകുതിയായി എന്നിട്ടാണ് വീഡിയോ എടുക്കേണ്ടത് ഓർമ്മ വന്ന്. ചിങ്ങടൂനെ എണിച്ചിട്ടില്ല കേട്ടോ. ചിങ്ങടോടെ ഉറക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൽ പെട്ടെന്ന് കഴിച്ചതിന് കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ കഴിക്കലും അതെ. അപ്പം അതുകൊണ്ട് ഇവിടെ താഴത്ത് ഇങ്ങനെ കിടത്തും. എന്നിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ ഇരുന്നിട്ട് കളിപ്പിക്കില്ലോ അവ. എന്നിട്ട് അങ്ങനെ കഴിക്കുക ചെയ്യാറ്. നോർമലി എണിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ഉറക്കമായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കരിന സൗണ്ട് കേട്ടോട്ടാ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണി, നമ്മുടെ കുഞ്ഞിപ്പെണ്ണി എണിച്ചാ? നമ്മുടെ ശ്വത്ത് എണിച്ചാ? എന്റെയാണ് ഇഞ്ചിയാണ് ഒക്കെ മതിയായില്ല? അമ്മൻ്റെ കുട്ടിക്ക് ഉറക്കം മതിയായില്ലേ? നമ്മുടെ നോക്കട്ടെ, ഇഞ്ചിയാണ്. ഗൈസ്, കുട്ടിക്ക് ഉറക്കം മതിയായിട്ടില്ല. എന്ത് ചുമച്ചിന്? എന്ത് ചുമച്ചിന്? ഫീഡ് ചെയ്തിട്ട് വരട്ടെ ഗൈസ്. അങ്ങനെ ചിങ്കിട് എണിച്ചു, ഉറക്കം മതിയായിട്ട് എണിച്ചു. പിന്നെ എന്താണെന്നറിയില്ല ഗൈസ്, ഇന്നലെ മുതൽ ചുമയാണ്. ചിങ്കിട് പെണ്ണേ, നമ്മുടെ ചിങ്കിട് പെണ്ണേ. കള്ളിയേ എണിച്ച് പൊന്നാ. അടിച്ചതും കളിക്കാൻ തുടങ്ങി. ഉറക്കം അത്ര മതിയായിട്ടില്ല ടേസ്. ചെറിയൊരു മപ്പുണ്ട് അല്ലേ കുട്ടിക്ക്? മപ്പുണ്ടല്ലേ. ടാറ്റ പോവാ, നമുക്ക് ടാറ്റ പോവാ. ടാറ്റ പോവാ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് ഗൈസ് അല്ലേ? അമ്മൻ്റെ കുട്ടിക്ക് ടാറ്റ പോവാ പറഞ്ഞ ഇഷ്ടമാണല്ലേ? അപ്പോൾ വേഗം റെഡി ആവട്ടെ, ഇപ്പം തന്നെ സമയമായി. അപ്പോൾ ഗൈസ് ഞങ്ങൾ റെഡി ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയില്ലേ ബേബി? പിന്നെ ചിങ്ങടൂനതാ അങ്ങനെ എടുത്തതാണ്, റെഡിയൊന്നും ആക്കി കൊടുത്തിട്ടില്ല. വീട്ടിൽ തന്നെയല്ലേ പോണത്. അപ്പൊ പിന്നെ അവിടെ പോയാലും ചൂട്, ഇപ്പൊ വെയിൽ കളിച്ചപ്പോൾ ചൂടൊക്കെ ഡ്രസ്സുകളൊക്കെ ചെയ്യും. പിന്നെ ഇത് നമ്മൾ വേറെ ഡ്രസ്സ് ഒന്നും കാര്യമില്ലല്ലോ. പിന്നെ മപ്പ് കാര്യങ്ങളൊന്നും മുട്ടിട്ടില്ല കിടക്കാണ്. ചിങ്കിടൂ ഹായ് പറയ്. ഞാൻ സ്വപ്ന ലോകത്താണ്. നേരെ വീട്ടിലോട്ട് പോട്ടല്ലേ? ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇപ്പൊ നേരെ വീട്ടിലേക്ക്. പിന്നെ ഇവിടെ അടിക്കണതാണെന്നുണ്ടെങ്കിൽ അല്ല ഉറങ്ങണതാണെന്നുണ്ടെങ്കിലും രാവിലെ 6 മണിക്കാണ്. 6 മണിക്ക്. പക്ഷെ ഇപ്പൊ ഉറക്കമുണ്ട് കേട്ടോ, നന്നായിട്ട് ഉറക്കമുണ്ട്. തണുപ്പ് വരണം. പക്ഷെ സമയം ഇപ്പൊ നമ്മൾ രാത്രി ഒരു ടൈം ഉണ്ടല്ലോ ഉറങ്ങുന്ന സമയം, ആ ഒരു സമയം പോലെ ആയിരിക്കില്ല. അല്ലാണ്ട് എല്ലാ സമയത്തും ഉറക്കമുണ്ട്. അങ്ങനെയാണ്. ഇപ്പൊ അടുത്ത ഉറക്കത്തിനുള്ള പ്ലാൻ ആണോ എന്നറിയില്ല. ചിലപ്പോ ഇങ്ങനെ കിടന്നിട്ട് ആളങ്ങനെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകും.
ഗൈസ് അപ്പം ഞങ്ങൾ വീടെത്തി. ചിങ്കുടു വരുമ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു. ഇവിടെ എത്തിയതും കണ്ണു തുറന്നു. അവിടെ കണ്ട കളിപ്പിക്കുന്നു. കള്ളി കളിപ്പിണി എന്തിന് കള്ളിയാണ്. ഉറക്കം മതിയായിട്ടില്ല. എനിക്ക് ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇനിയിപ്പോ അമ്മ വന്നിട്ട് ബേബി ഇറങ്ങും. എന്തോ അവിടെ കണ്ടു. ആടണത് കള്ളിയേ എന്താ മൂപ്പ ഉറക്കം മതിയായിട്ടില്ല. അയ്യോ നല്ല വെയിലില് വരുമ്പോ ഇവിടെ എത്തിയപ്പോഴാണ് കറക്റ്റ് ആയത്. അങ്ങനെ കഴിച്ചിട്ട് പോവാൻ തീരുമാനിച്ചില്ലാവേ. അങ്ങനത്തെ കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ അച്ഛനുണ്ട് കേട്ടാ. ഇതെന്ത് കറിയാണ്? വണ്ടിക്കപ്പുളിയും മീൻ ഫ്രൈ, പയറുപ്പേരി, പപ്പടം. അപ്പോൾ കഴിച്ച് ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് പോകണല്ലോ അവൻ. ഗൈസ് അവളുടെ ഡാഡ പോയതിന് ശേഷം കുറേ നേരം പുറത്ത് പോയി കളിച്ചു. പുറത്തുനിന്ന് ഉള്ളിൽ വന്നാൽ കരയാണ്. കുഞ്ഞിപ്പെണ്ണേ ഡാ അമ്മ ആ ഗ്യാപ്പിൽ കഴിക്കാനിട്ട് ഗൈസ്. പൊരിഞ്ഞ് കളിയാണ്. ഇങ്ങനെ നടക്കണല്ലേ. ചിങ്കുടു കളിച്ച് കരഞ്ഞ് ഉറങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ അതാണ്ട് നല്ല ഉറക്കത്തിലാണ്. ഇനി എപ്പോൾ എനിക്കൊന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ബേബി വരാൻ സമയമായി. ഇനിയിപ്പോൾ ബേബി വന്നിട്ട് വരാം ഗൈസ്. ഗൈസ് അപ്പോൾ ചിങ്കുടു എണിച്ചു കേട്ടോ. അമ്മ കണ്ടതാ ഇരിക്കണു. ചിങ്കുടു എണിച്ചേടാ. അമ്പടി അപ്പോൾ ഗൈസ് ബേബി വന്നു. ചിങ്കുടു കൂടെ പൊരിഞ്ഞ് കളിയാണ്. ബേബി ബിരിയാണി വിളമ്പ്. അപ്പോൾ ഗൈസ് ബേബി ഇതാ എല്ലാവർക്കും ബിരിയാണി വിളമ്പി. ഇപ്പോൾ ഏകദേശം സമയമായില്ലേ ബേബി. ബേബി നേരത്തെ എത്തി. പക്ഷെ കറണ്ട് പോയി. പിന്നെ കുറേ നേരം ഇരുന്നു. ചിങ്കുടു ഇടയ്ക്ക് ഉറങ്ങുക തെളിയുക ഇവിടെ പൊരിഞ്ഞ് കളിയിലാണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പോവല്ലോ നമ്മള്. അപ്പൊ ഗൈസ് ഞങ്ങള് വീടെത്തിയില്ല ബേബി. അത് ഇത്ര നേരം ബേബി വെള്ളം പിടിച്ച് ഡാൻസ് കളിച്ചിട്ട് അല്ലേ. ആൾക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നൊക്കെ നല്ല ഇഷ്ടമുണ്ട്. അതെണിക്കാൻ വേണ്ടിട്ട് അടിച്ചിട്ട് പിന്നെയും കളിച്ചാ പിന്നെയും ഗൈസ്. അപ്പം ഞങ്ങളെ വീടെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വാവച്ചിനും കുട്ടിനും ഒറ്റയ്ക്കൊന്നും വിട്ടിട്ട് പോകാൻ ഞങ്ങൾ പറ്റില്ല. അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യത്തിൽ പോവാം. അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അവിടെ കൊണ്ട് വിട്ട് പിന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കുറച്ച് അപ്പോഴേനും എത്തി. അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞ ബോറിംഗ് ഇല്ലല്ലോ. വാങ്ങള് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കണ്ടേ. അതെ അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ ബോറിംഗ് ഇല്ല. ഞാൻ ആടാത്തോണ്ട് കരയാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തിൽ കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ. അപ്പൊ ബൈ ഗൈസ്.